നാടകം അവതരണം തീം തിയേറ്റർ കോടന്നൂർ. നാടകം ടോക്ക് ആൻഡ് ടോക്ക്. കിട്ടുന്നുണ്ടല്ലേ ഞാൻ പോലെ മണി പറയുന്നവര് പറയില്ല. അതും നരേന്ദ്രമോദി തരുന്നതാണ് അവര് പറയുന്നത്. 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ചില്ലറ കാശ് കൊടുക്കുന്നുണ്ട്. അതിപ്പോ നിർത്തി വെച്ചിരിക്കുന്ന മോദി. പക്ഷെ ഈ പെൻഷൻ പിണറായിന് ഇപ്പൊ കൊടുക്കുന്നത് പിണറായി എന്ന് പറയല്ലേ, ഇടതുപക്ഷത്തിന്റെ കാശാ. മനസ്സിലായി? ഞാൻ പിണറായി എന്ന് പറയാൻ കാരണം എന്താ പറയാ, നമ്മുടെ നികുതി കാശ് എടുത്തിട്ട് ഈ സാധാരണ ആൾക്കാർക്ക് പൈസ കൊടുക്കില്ലേ, ഒരു 2000 രൂപ 4 മാസം കൊടുക്കില്ലേ, അതിന് മോദിയുടെ കാശ് അവർ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ കാശും കൂടി അല്ല, ഇന്ത്യൻ ഗവൺമെന്റിന്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് 4 മാസം കൊണ്ട് വരില്ലേ, ഭൂമിയുടെ പേരില് നീതിയർത്ഥ കടലാസ് കൊണ്ട്. അത് മോദിയുടെ കാശ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ അവരേക്ക് മാറ്റുന്നത്. ഈ കാശ് ഉണ്ടല്ലോ, ഈ 2000 പിണറായിരം അല്ല, കേരള സർക്കാരിന്റെ കാശ 2000 പെൻഷൻ. മനസ്സിലായ? ഇനി നിനക്ക് വിഷയമൊന്നുമില്ല, ഉല്ലാസം വെള്ളം കുടിക്കാൻ നിനക്ക് എന്റെ പ്രസംഗമല്ല. ഞാൻ നീതി ആയോഗ് ഞാൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഈ നീതി ആയോഗ് എന്ന് പറഞ്ഞ സംഭവത്തില് കേട്ടിട്ടുണ്ട്. നീതി ആയോഗ് നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാൻ പറയാത്ത ആളുകൾ കവലയിൽ എന്താ ഓരോന്ന് വിളിച്ചു പറയണേ, എന്തുകൊണ്ട് തേങ്ങ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യം വെച്ചിട്ടില്ല. നീതി ആയോഗ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയില്, അത് പറയാ ശിശുമരണ മേഖലയില്, പിന്നെ ഹോസ്പിറ്റൽ, മറ്റേ ആരോഗ്യ രംഗത്ത്, നിരവധി രംഗത്ത് ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളേക്കാളും 1ാം സ്ഥാനത്തത് നീതി ആയോഗ് എന്ന് പറഞ്ഞ സൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയും. ഇത് നീതി ആയോഗ് ആരെയാ? കേരളത്തിന്റെ അല്ല, കേന്ദ്രത്തിന്റെ. അവന്റെ മൂക്കിന്റെ തുമ്പിലുള്ള ആ ഒരു സ്ഥാപനത്തിനുള്ള കണക്കാണ്. എന്ത് കേരളമാണ് പല കാര്യത്തിലും ഒന്നാമത്. ഇപ്പൊ തനിക്ക് കാര്യം ബോധ്യപ്പെട്ടിയ ഞാൻ വെറുതെ പറയുന്നില്ല. ഞാൻ ഇപ്പൊ എന്താ എന്തോ പ്രശ്നമുണ്ട്. കൃഷ്ണനെ വോട്ട് ചെയ്താൽ നമുക്ക് നിർത്താം. കൃഷ്ണനെ വോട്ട് ചെയ്താൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. കുടുംബം മുഴുവൻ മനസ്സിലാക്കി ഓരോരുത്തർ പറയുന്നത് കേട്ടില്ലേ നമുക്ക് മനസ്സിലാവുക. ഇവന്മാര് വീട്ടിൽ വന്നിട്ട് ഇത് തന്നെ പറയാ, റേഷൻ തരുന്നത് അവരാണ്, റോഡ് നന്നാക്കിയത് അവരാണ്, വീട് കൊടുത്തത് അവരാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കുക. അവർ എൻ്റെ വീടിൻ്റെ എൻ്റെ തൊട്ട തന്നെ ഒരു വീട് നടക്കുന്നുണ്ട്. ഇത് വീടിൻ്റെ പണി നടന്നത് കഴിയാറായി. അവർ പറയണേ ഇത് നരേന്ദ്രമോദി വന്നാണ്. അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഫോട്ടോ വെക്കോ ഇയാളുടെ മോദിയുടെ? അതാ അയാൾ പറയുന്നതാ. അവിടെ 82,000 കൊടുത്ത് വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഫോട്ടോ വയ്ക്കണം, കിട്ടുന്ന ആൾക്കാർ മുഴുവൻ ഫോട്ടോ വയ്ക്കണം. ഇവിടെ ആ പരിപാടി ഇല്ലാന്ന്. കേരളത്തില് വോട്ടം വെക്കണ്ട, ടൈം വെക്കണ്ട, നിങ്ങൾക്ക് വീട് വന്നാൽ നിങ്ങളുടെ വീടാ. അയ്യോ, ഇതുപോലെ ഒരു ഇത്രയും വലിയ നുണപ്രചരണം അവർ നടത്തുന്നല്ലേ. ഇന്നാളെ ഒരു പെൺകുട്ടി TV-ലൊക്കെ കണ്ടല്ലോ, എന്റെ മോള് കാണിച്ചത് പറയണ കേട്ടാ, ഇത് നമുക്ക് റേഷൻ തരുന്നൊക്കെ ഏതോ ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാനും കേട്ടു. അങ്ങനെ പെൺകുട്ടികൾ പറഞ്ഞു നമുക്ക് നിർത്താം. ഒന്നും അറിയാത്തവരാണ് അവര് സ്ഥാനാർത്ഥിയാക്കിയേക്കുന്നത്. അതായത് അവര് എങ്ങനെ അവർക്ക് എങ്ങനെ സാധാരണ മനുഷ്യന്മാർക്ക് തലച്ചോറല്ലേ. ചില ആളുകൾക്കുണ്ടല്ലോ ഹെൻസ് ചവച്ചു തുപ്പിയിട്ടുള്ള കൊറ്റൻ, അതാണ് തലച്ചോറിന്റെ ഭാഗത്ത്. ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് പറയാം, നല്ല ചാണകം ഉണ്ടാക്കി പൊടിച്ചിട്ടുള്ള ഇതില്ലേ, പൊടിച്ചിട്ടുള്ള തെരീരാക്കിയിട്ട് ഇതിലേക്ക് ഈ സാധനം ഉണ്ടല്ലോ, അതായി കഴിഞ്ഞാൽ ആ ടീമായി ഈ സാധനത്ത് മാറ്റിയിട്ട് തലച്ചോറെടുത്ത് മാറ്റിട്ടേ ആ സാധനം ചാണകപ്പൊടി ഇറക്കി. അവർക്ക് ഈ പറയാം അവന്റെ തലയിലൊക്കെ ചാണകപ്പൊടിയെ പറഞ്ഞു. അതൊന്നും പറയണ്ട. ഞാൻ എന്തായാലും ഈ വിഷയം അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് സൈറ്റ് കിട്ടി. സൈറ്റ് കിട്ടി. ഓക്കേടാ, ഞാൻ എന്നോട് ക്ഷമിക്കണ്ട, ആളുകളോട് ക്ഷമിച്ചാൽ മതി. ഞാൻ മരിക്കുന്നവരെ ഇടതുപക്ഷത്തിൽ തന്നെ അത് തീരുമാനിച്ചാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ ഞാൻ നിൽക്കും കേട്ടാ. ഓക്കെ. അപ്പൊ ശരി കേട്ടോ, എനിക്ക് തന്നതിന് ശരി.